8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. അനധികൃതമായി വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് വർധന പിൻവലിക്കണമെന്ന് ഓൾ കേരള സോമിൽസ് ആൻഡ് വുഡ് ഇൻഡസ്ട്രിയൽ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 1000 രൂപ ഉണ്ടായിരുന്ന ഫീസ് 50,000 രൂപയാക്കിയാണ് ഉയർത്തിയിട്ടുള്ളതെന്ന് ഇവർ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. OTP 50,000 രൂപ നൽകി ലൈസൻസ് പുതുക്കി സ്ഥാപനങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ലൈസൻസ് പുതുക്കുവാൻ അപേക്ഷ നൽകിയ മില്ല് ഉടമകൾക്ക് OTP-യായി 50,000 രൂപ അടയ്ക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എന്നാൽ OTP അടയ്ക്കാതെ തന്നെ ഫോറസ്റ്റ് ലൈസൻസ് പുതുക്കി നൽകാൻ ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ലൈസൻസ് പുതുക്കി നൽകാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. മര വ്യവസായ രംഗത്ത് ഏറ്റവും അധികം പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഏറ്റവും അധികം മര വ്യവസായികൾ മലപ്പുറം ജില്ലയിലാണ്. ആ വ്യവസായികളെ സംബന്ധിച്ചിപ്പോൾ ഒരു പ്രത്യേക പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ലൈസൻസ് കൊടുക്കാൻ 1000 ഉറുപ്പ്യ ഉണ്ടായിരുന്ന സ്ഥാനത്ത് സർക്കാർ പുതിയൊരു GO ഇറക്കിയിരിക്കുകയാണ്. 50,000 ഉറുപ്പ്യ ഒന്നിച്ചടക്കണമെന്ന്. ഒരു നിലക്കും ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, മരം വളരെ തളർന്നു, ആ വ്യവസായ രംഗം തന്നെ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ ഇത്രയും വലിയൊരു സംഖ്യ അടക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യവസായികളെ കൊണ്ട് സാധിക്കില്ല. അതിനൊരു ഇളവ് സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 26-നാണ് ഈ ഓർഡർ വന്നത്. ഇതിനു മുമ്പൊക്കെ 1000 രൂപ കൊടുത്ത് 1000 രൂപ സർക്കാർ ഈടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 50,000 രൂപ സർക്കാർ അടക്കണമെന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കണമെങ്കിൽ 50,000 രൂപ അടക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിലേ തളർന്ന വ്യവസായം വെടി കൊണ്ടുകൊടുത്ത് വിട്ടു കൊണ്ടുവരുന്ന കാര്യമാണ് ഞങ്ങൾ സംബന്ധിച്ച്. ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാൻ. ഈ ഒരു വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കുക. മന്ത്രിനെ ഞങ്ങൾ കണ്ടു, വനവകുപ്പ് മന്ത്രിയെ കണ്ടു, നിവേദനം നടത്തി പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രശ്നത്തിൽ ഇതുവരെ പരിഹാരമായിട്ടില്ല. അതുകൊണ്ട് അത്രയും ആ വ്യവസായങ്ങളുടെ NOC, അതായത് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ ലൈസൻസ് കൊടുക്കാനാണ് ഈ പറഞ്ഞ സംഖ്യ. അപ്പൊ ഇതൊന്ന് ഞങ്ങള് ഇതിന് ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. പല ജില്ലയിലും അനുകൂലമായ വിധിയും കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും കോടതിയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിന് സർക്കാരിന് ഒരു ഇളവ് കിട്ടണം എന്നതാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത്. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ഹുസൈൻ ഹാജി, സെക്രട്ടറി മദാരി ഷൌക്കത്ത് അലി, ജില്ലാ പ്രസിഡന്റ് ബീരാൻകുട്ടി, ഹാജി വെറൈറ്റി, ജില്ലാ വൈസ് പ്രസിഡന്റ് VP അബ്ദുൽ മജീദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.